എനിക്ക് സാമ്പാർ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേങ്കിൽ ചില ദിവസം സാമ്പാർ കഴിക്കണമെന്ന് തോന്നും. ഇന്നങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇഡ്ഡലിയും കൂടിയാണ്. അപ്പോൾ ഇതാ കയ്യിലുള്ള വെജിറ്റബിൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഇതിൽ ഞാൻ ക്യാരറ്റ്, പച്ചക്കായ ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നങ്ങോട്ട് ഒരു കാൽ ഭാഗം വേവാകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. ചേനയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. ഇന്ന് ഇത്രയേ കഷ്ണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇനി തേങ്ങ വറുത്തെടുക്കാമല്ലേ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഒന്ന് ആദ്യം തന്നെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാണ്ട് ആ തേങ്ങയിലെ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കുക. ഓൾറെഡി സാമ്പാർ പൊടി ഇട്ടത് കൊണ്ട് ഒരുപാട് വലിയ കായ ഇടണ്ട, ഒരു ചെറിയൊരു പീസ്. ഞാനിതാ ഒരു 3-4 മണി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് പരിപ്പാണ്. പരിപ്പ് നന്നായി വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചതാണ് പരിപ്പ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ അവസാനം വേവ് കുറവുള്ള വെജീസ്, വെണ്ട, മുരിങ്ങക്കോല്, തക്കാളി ഇത് ചേർത്ത് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് ചേർത്താലും നല്ലതാണ്. പക്ഷേ ഞാൻ ഇതാ ലാസ്റ്റ് നിമിഷം അതങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു തിള വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. ഉടഞ്ഞൊന്നും പോവില്ല. അവസാനം പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ചെറിയൊരു കഷ്ണം ശർക്കര കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി, അതായത് വെല്ലവും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ഇതായി കിട്ടും. ഇനി തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്താൽ നമ്മുടെ സാമ്പാർ ഫൈനൽ ഘട്ടമെത്തി. ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇങ്ങനെ തിളച്ച് കുറുകൊന്നും വേണ്ട. ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ ഓഫാക്കി ഇനി താളിക്കാം. കടുകും വറ്റൽമുളകും മാത്രമാണ് ഞാൻ താളിച്ചത്. ചിലരൊക്കെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുന്നത് കാണാം. ആ ഒരു സ്മെല്ലും ടേസ്റ്റും എനിക്കത്ര ഇഷ്ടമല്ല. ഒരു ചെറിയ തണ്ട് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്താൽ എൻ്റെ സാമ്പാർ റെഡിയായി. അപ്പോൾ ഇന്ന് ചോറിനേക്കും നാളെ ഇഡ്ഡലിക്കേക്കും ഉള്ള സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചരു കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറേ ദിവസമായിട്ട് മത്തിയായില്ല, മടുത്ത്. അപ്പോൾ നല്ല നങ്കൊക്കെയുള്ള ചരുവും സാമ്പാറുമായിട്ട് ഉച്ചക്കത്തെ ഊണ് കഴിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.